ഒരു സിനിമ കണ്ടാൽ അതിനകത്ത് കഥാപാത്രമായിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കുറെ ദിവസം പിന്നെ അതായിരിക്കും. ബാത്റൂമിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേറൊരു കഥാപാത്രമായി. ഒരിക്കലും എൻ്റെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യും എന്നുള്ളത് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി ആവും എന്നുള്ളത് ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ള ഒരു കാര്യമേ അല്ല. അച്ഛൻ്റെ ഫേവറേറ്റ് എപ്പോഴും ലാലേട്ടൻ തന്നെയായിരുന്നു. ആദ്യം പേടിയായിരുന്നു, റെസ്പെക്ട്ഫുള്ളി ഉള്ള ഒരു ചെറിയ ഭയം. മോൾ 10th ആയി എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ഷോക്കാ വേഗം വന്നത്. ആ ഷോക്ക് എനിക്കും ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. നടന്ന് കുഞ്ചു ഞാൻ ഇടയ്ക്ക് അവളോട് തന്നെ ചോദിക്കുന്നു, സത്യത്തിൽ നീ 10th ആയോ? ദീപ്തി IPS എന്നുള്ള ക്യാരക്ടർ ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ അതിങ്ങനെ നിൽക്കുകയാണ്. ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എന്നെ ആളുകൾ അറിഞ്ഞത് ആ കഥാപാത്രം. ഇപ്പൊ പൈസ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്കൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക് മന്ത്ലി നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാം. ഒരു യൂട്യൂബ് ചാനലിലൂടെ ഉണ്ടാക്കാൻ പറ്റും. ഉണ്ടാക്കിയില്ലെങ്കിൽ അത് നമ്മുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ്, നമ്മുടെ മടി തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ അവയർനെസ് കുറവുകൊണ്ടാണ്. മോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ചേച്ചിയാ? അത് അവളോട് ചോദിക്കണം. ആണെന്നൊക്കെ പറയും. അത് അത്ര എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. നീ ആ വോർ ഇമാജിൻ ചെയ്യും. അപ്പോൾ അവള് പറഞ്ഞു ആ അതെ, എന്നിട്ട് നീ അതിനകത്തൊരു ക്യാരക്ടർ ആവും. ആ അതെ, എന്നിട്ട് നീ അത് അഭിനയിച്ചു നോക്കും. അപ്പോഴത്തേക്കും നിന്റെ ടോട്ടൽ പഠിക്കുന്ന മൂഡൊക്കെ മാറും. പിന്നെ അതെ അതെ ഞാൻ അമ്മയ്ക്ക് എങ്ങനെ അറിയാം? ഞാൻ എനിക്കറിയാം, ഞാനിത് തന്നെയായിരുന്നു. യാത്ര എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരുന്നത് ഒരു ഹാപ്പിനെസ് തന്നെയാണ്. ഒരു ഈ ക്രേവിംഗ് എന്ന് പറയില്ലേ, ചില സമയത്ത് നമുക്ക് ബിരിയാണി കഴിക്കാനൊക്കെ ഉള്ള ഒരു കൊതി വരുന്ന പോലെയാണ്. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. ഓക്സിജൻ, ദ സ്മാർട്ട് ഫോൺ എക്സ്പെർട്ട്. വെൽക്കം ടു മൂവ്വെൽ മീഡിയ. ഇറ്റ്സ് മീ നൂർജഹാൻ ആൻഡ് ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് ഗായത്രി അരുണാണ്. വെൽക്കം. താങ്ക് യു. അപ്പോൾ ഒരുപാട് സന്തോഷം കളങ്കാവലിന്റെ റെസ്പോൺസ് എല്ലാം കേൾക്കുമ്പോഴത്തേക്ക്. നല്ല റെസ്പോൺസ് ആണ്, ഭയങ്കര സന്തോഷം. മമ്മൂക്കയുടെ കൂടെ 1 നമ്മൾ കണ്ടു. ശരിക്കും നോക്കുകയാണെങ്കിൽ ചേച്ചി ചെയ്യുന്ന റോൾസ് എല്ലാം ഇല്ലേ ഭയങ്കര സെലക്റ്റീവായിട്ടാണ് ചെയ്യുന്നത്. ബട്ട് ഇപ്പം 1 ആണെങ്കിലും വളരെ കുറച്ച് സമയമേ ഉള്ളൂ ആ മൂവിയിൽ. ബട്ട് നമുക്ക് പിന്നീടാണെങ്കിലും ആ ഒരു റോള് ചെയ്ത ആൾ ഇയാളാണ്, നമുക്ക് അങ്ങനെ ഓർത്തെടുക്കാൻ പറ്റുന്ന റോൾസാണ്. അപ്പോൾ എങ്ങനെയാണ് സിനിമ ചൂസ് ചെയ്യുന്ന രീതി? അത്രയും സെലക്റ്റീവായിട്ട് അങ്ങനെയാണോ മൂവി ചൂസ് ചെയ്യുന്നത്? ആണ്. അതായത് സിനിമയിൽ ഇപ്പം നമ്പർ ഓഫ് മൂവീസ് തന്നെ ഞാൻ ചെയ്യുന്നത് വളരെ കുറവാണ്. അപ്പം ടോട്ടാലിറ്റി നമ്മൾ നോക്കും. അതിനൊപ്പം തന്നെ നമുക്ക് നമ്മുടെ ക്യാരക്ടർ, നമ്മളൊരു മൂവി ചെയ്യുമ്പം നമ്മുടെ ക്യാരക്ടറിന് അതുപോലെ ഇമ്പോർട്ടൻസ് ഉണ്ടോ, എന്തെങ്കിലും ആസ് ആൻ ആക്ടർ നമുക്ക് അതിനകത്ത് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റണം. അപ്പൊ അത് നോക്കാറുണ്ട്. അത് ആ സിനിമയിൽ എത്ര സീൻസ് ഉണ്ട് ഉള്ളതല്ല, ആ ഒരു സീനാണെങ്കിലും അതിനകത്ത് നമുക്ക് എത്രത്തോളം പ്രാധാന്യമുണ്ട്. ഇപ്പൊ ഇതും അതുപോലെ തന്നെയാണ്. ഇതിനകത്ത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പല സ്പെക്യുലേഷൻസ്, ഇങ്ങനെ ഇത്ര 22 ഹീറോയിൻസ്, 23 ഹീറോയിൻസ്, 24 ഹീറോയിൻസ് എന്നൊക്കെ. അപ്പൊ എന്തായാലും അതിലൊരാളാണെങ്കിൽ പോലും ആ എൻ്റെ ക്യാരക്ടറിന് അതിൻ്റെതായ ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് സ്റ്റോറി നറേറ്റ് ചെയ്തപ്പോൾ തന്നെ തോന്നിയതുകൊണ്ടാണ് അത് ചെയ്തത്. നമ്മളെ അന്വേഷിച്ചാണോ മൂവി നല്ലതാന്ന് പറയാൻ വേണ്ടി? അപ്പോൾ എന്തായാലും 1ന്റെ കാര്യം പറഞ്ഞപ്പോഴേക്ക് ഇപ്പൊ നമ്മൾ മമ്മൂക്ക സിനിമകളിൽ മമ്മൂക്കയ്ക്ക് ഇഷ്ടപ്പെട്ട ആർട്ടിസ്റ്റുകൾ, മമ്മൂക്കയുടെ അടുത്ത സിനിമകളിലും ഒക്കെ നമ്മൾ കാണാം. ഇപ്പൊ അസീസിക്ക ആണെങ്കിലും മമ്മൂക്ക ഇങ്ങനെ നോട്ട് ചെയ്യുന്നത് പോലെ കാണാറുണ്ട് നമ്മൾ നല്ല നല്ല ആക്ടേഴ്സിനെ. അപ്പോൾ അതുപോലെ തന്നെ ചേച്ചി ആണെങ്കിൽ ഇപ്പൊ 1 ചെയ്തു, വീണ്ടും മമ്മൂക്കയുടെ തന്നെ ഒരു അടുത്ത സിനിമയിൽ വരികയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് തോന്നുന്നു? അതൊരു വലിയ ബ്ലെസ്സിങ് ആയിട്ട് തന്നെ തോന്നുക. കാരണം ഇതിനിടയ്ക്ക് എനിക്ക് മമ്മൂക്കയുടെ കൂടെ നടക്കാതെ പോയൊരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു. കാരണം ആ സീക്വൻസ് കംപ്ലീറ്റ്ലി അതിൽ നിന്ന് അതിൻ്റെ റെലവൻസ് ഇല്ല എന്ന് പറഞ്ഞിട്ട് അത് മാറ്റിയിരുന്നു. അപ്പം അങ്ങനെ അതുകൊണ്ട് തന്നെ ഓൾമോസ്റ്റ് ഫൈനലായിട്ടും നടക്കാതെ പോയ ഒരു പ്രോജക്റ്റ് ഉണ്ടായിരുന്നു മമ്മൂക്കയുടെ കൂടെ തന്നെ. അതും മമ്മൂക്കയുടെ പേരായിട്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വിളിക്കുന്നത് ഈ മൂവിയാണ്. അതും മമ്മൂട്ടി കമ്പനിയുടെ തന്നെ പ്രോജക്റ്റ് ആയിരുന്നു. അപ്പോൾ ഇതാണ് പിന്നെ വിളിക്കുന്നത്. അപ്പോൾ അത് വലിയൊരു സന്തോഷം തന്നെയാണ്. കാരണം വീണ്ടും നമ്മുടെ ഇപ്പം ഇതിൽ ഇപ്പം ഡയറക്ടറും റൈറ്ററും പറഞ്ഞത് അവർക്ക് കാസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ആക്ടേഴ്സിലൊരു ആളായിരുന്നു ഞാൻ. അപ്പോൾ അത് പ്രൊഡക്ഷൻ ടീം അവരുടെ ടീമിനോട് പറഞ്ഞപ്പോൾ അവരും അത് ഓക്കെ പറഞ്ഞു എന്നുള്ളതാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷമാണ്. ക്യാരക്ടർ എഴുതുമ്പോൾ അല്ലെങ്കിൽ ആലോചിക്കുമ്പോൾ
നമ്മളെ കൊണ്ട് അത് ചെയ്യാൻ പറ്റും എന്ന് തോന്നുന്നത് ഒരു വലിയ ഭാഗ്യം. അത് ശരി, ഒരു ക്യാരക്ടർ എഴുതുന്ന സമയത്ത് നമ്മളുടെ മുഖം മനസ്സിലോട്ട് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലേ? അത് 1-ലും അങ്ങനെ തന്നെയായിരുന്നു. കാരണം ഡയറക്ടർ വിളിക്കുമ്പോഴും എന്നോട് പറഞ്ഞിരുന്നു അത് ഗായത്രിയെ കൊണ്ട് ഗായത്രി ചെയ്യണം എന്ന് ആഗ്രഹം കൊണ്ട് തന്നെ എന്നെ വിളിച്ചതാണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ കേൾക്കുമ്പോൾ വലിയൊരു സന്തോഷം. ഓപ്ഷൻസ് അല്ലാണ്ട് നമ്മളെ ഇങ്ങനെ മനസ്സിൽ ഫസ്റ്റ് ആയിട്ട് തന്നെ നമ്മളെ പ്രിയോറിറ്റി നമുക്ക് തരുമ്പോഴത്തേക്ക് വലിയൊരു സന്തോഷം. അതെ. ഇപ്പൊ മമ്മൂക്കയായിട്ടുള്ള ഇന്ററാക്ഷൻ സെക്കൻഡ് മൂവിയാണ്. ശരിക്കും എല്ലാവരും പറയുമല്ലോ മമ്മൂക്കയുടെ അടുത്ത് എല്ലാവർക്കും ഒരു റെസ്പെക്റ്റ് ആണ്, ചിലർക്ക് പേടിയുണ്ട്. എന്താണ് മമ്മൂക്കയോടുള്ള ഒരു ഇമോഷൻ? ആദ്യം പേടിയായിരുന്നു, റെസ്പെക്ട്ഫുള്ളി ഉള്ള ഒരു ചെറിയ ഭയം, അങ്ങനെയായിരുന്നു. ഇപ്പോഴും ഉണ്ട്, ഇപ്പോഴും അതേ റെസ്പെക്റ്റ് തന്നെ ഉണ്ട്. പക്ഷെ ആ ഭയം കുറച്ചൊന്ന് മാറി. കാരണം അദ്ദേഹത്തിനോട് കുറച്ചുകൂടെ അധികം നേരം അടുത്തിരുന്ന് സംസാരിക്കുമ്പോഴും ഒക്കെ നമുക്ക് തരുന്നൊരു കംഫർട്ട് ഉണ്ട്. എല്ലാ ആക്ടേഴ്സും പറയുന്നതാണിത്. പറയുമ്പോൾ ഭയങ്കര ക്ലീഷയായിട്ട് തോന്നും, പക്ഷെ അത് സത്യമാണ്. കാരണം നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്നത് ഇതുപോലെ ഒരു വലിയ നടനാണെന്നോ വലിയൊരു ലെജൻഡ് ആണെന്നോ നമ്മളെ തോന്നിപ്പിക്കാത്ത രീതിയിൽ നമ്മളെ കംഫർട്ട് ആക്കും. ഈവൻ നമുക്ക് ചെറിയ ചെറിയ ടിപ്സ് അതിൻ്റെ ഇടയിലൂടെ പറഞ്ഞു തരാം. പിന്നെ അദ്ദേഹത്തെ ഒബ്സർവ് ചെയ്യുന്നത് തന്നെ നമുക്കൊരു ലേണിംഗ് പ്രോസസ് വളരെ കംഫർട്ടബിൾ ആയിട്ട് വർക്ക് ചെയ്യാം. കാരണം 1-ല് എനിക്ക് ആകെ ഒരു സീനേ ഉണ്ടായിരുന്നുള്ളൂ. ഞാനിത് വേറൊരു ഇന്റർവ്യൂവിലും പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചിരുന്നു നമ്മളെ ഓപ്പോസിറ്റ് നിന്ന് ഡയലോഗൊക്കെ പറയുന്ന ആർട്ടിസ്റ്റുകൾക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ടാവില്ലേ എന്നൊക്കെ. കാരണം എനിക്ക് 1-ല് ഡയലോഗ് സീക്വൻസ് ഇല്ല, അദ്ദേഹം ഇതിലങ്ങനെയല്ല, ഇതിൽ കുറച്ച് ഡയലോഗ്സ് ഉണ്ട്. പക്ഷെ അപ്പോഴൊക്കെ എനിക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ട് ചെറിയൊരു മോഡുലേഷൻ വരെ നമുക്ക് പറഞ്ഞു തരും. അതായത് ഡയറക്ടർ ഒരു സാധനത്തിന് ഒരു സ്ട്രെസ് കൊടുത്ത് പറഞ്ഞൊരു സീക്വൻസ് ഉണ്ടായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള കോമ്പിനേഷൻ. അപ്പൊ അതില് എനിക്കത് 2 പ്രാവശ്യം പറഞ്ഞിട്ടും ശരിയാവാതെ നമുക്കത് ഫുൾ പറഞ്ഞു തന്ന് അതൊക്കെ വലിയൊരു അത് ഏത് സീനാണെന്ന് ചിലപ്പോൾ മൂവി കണ്ടു കഴിയുമ്പോൾ ആളുകൾക്ക് മനസ്സിലാവുമായിരിക്കും അല്ലേ മമ്മൂക്കയായിട്ടുള്ള ഒരു സീൻ ഏതാണെന്ന്. നമ്മൾ കളങ്കാവലിന്റെ ആദ്യത്തെ നിങ്ങളുടെ പ്രസ് മീറ്റ് സമയം നോക്കിയാണെങ്കിലും നിങ്ങളെല്ലാവരെയും ഇങ്ങനെ മമ്മൂക്ക മുന്നോട്ട് നയിക്കുന്ന കണ്ടിട്ടുണ്ടായിരുന്നു, എല്ലാ ആർട്ടിസ്റ്റുകളെയും. അതെ, അത് ഞങ്ങള് അതായത് ഇതിനകത്ത് ഇപ്പം ക്യാരക്ടേഴ്സിനെ ആരെയും ഒന്നും റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ആകെ മമ്മൂക്കയും വിനായകൻ ചേട്ടനും പിന്നെ ജിബിൻ ചേട്ടനെയും മാത്രമാണ് നമ്മൾ ട്രെയിലറിലൊക്കെ കണ്ടിട്ടില്ല. പിന്നെ രജിഷയുടെ ഒരു ക്യാരക്ടർ പോസ്റ്റർ വന്നു. അപ്പം ക്യാരക്ടേഴ്സ് വളരെ കുറവുള്ള മൂവിയാണ് എന്നൊക്കെയുള്ള ഒരു സ്പെക്കുലേഷൻ ആദ്യം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഈ ഹീറോയിൻസിനെ തന്നെ ഫുൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ തന്നെ ഒരു ഇവന്റ് ഇവർ പ്ലാൻ ചെയ്തത്. അതെ, അത് അതിന് ഹീറോയിൻസിന് തന്നെ പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് ഉള്ളൊരു ഇവന്റ് ആയിരുന്നു. അതിൽ എല്ലാവരെയും സ്റ്റേജിൽ വിളിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അതെ. നമ്മുടെ വിനായകൻ ചേട്ടനോ? വിനായകൻ ചേട്ടനായിട്ട് എനിക്ക് കോമ്പിനേഷൻ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ ആ ഇവന്റിലാണ് ഞാൻ നേരിട്ട് കാണുന്നത്. അന്ന് ഭയങ്കര തിരക്കായിരുന്നു, അതുകൊണ്ട് എനിക്ക് അങ്ങനെ സംസാരിക്കാനൊന്നും പറ്റിയില്ല. അപ്പൊ ഇനിയിപ്പം പരിചയപ്പെടാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. എന്തൊക്കെയാണെങ്കിലും നമുക്ക് കളങ്കാവലയും ഇപ്പൊ നമുക്ക് നമ്മുടെ ഓഡിയൻസിന് ഒരു സ്പെഷ്യൽ എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും അല്ലേ? കിട്ടുന്ന ഫീഡ്ബാക്സിൽ എല്ലാവരും വളരെ ഹാപ്പി ആയിട്ടാണ് ഫീഡ്ബാക്സ്. ഇതുവരെ എനിക്കൊരു നെഗറ്റീവ് ഞാൻ കണ്ടില്ല. എനിക്കും പേഴ്സണലി എനിക്ക് തോന്നുന്നു 1-ന് എനിക്ക് അന്ന് പക്ഷെ കോവിഡ് സമയമായിരുന്നു. ഞാൻ എപ്പോഴും വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട്, 1 കുറച്ചുകൂടെ കഴിഞ്ഞിട്ടാണ് ഇറങ്ങിയിരുന്നെങ്കിൽ അതിന് കിട്ടേണ്ട റെസ്പോൺസ് വളരെ വലുതായിരുന്നു. അപ്പൊ അങ്ങനെ ഒരു ഹ്യൂജ് തിയേറ്റർ റെസ്പോൺസ് കിട്ടുന്നത് എനിക്ക് ഒരു ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറയാം. അതൊരു വലിയ സന്തോഷം. എന്തായാലും എല്ലാവർക്കും മമ്മൂക്കയുടെ ഒരു കംബാക്ക് ആണ്. പിന്നെ ഞാനും 5 വർഷത്തിന് ശേഷമാണ് മമ്മൂക്കയുടെ കൂടെ ഒരു മൂവി ചെയ്യുന്നത്. ഒരു ഗ്യാപ്പിന് ശേഷമാണ് എൻ്റെ ഒരു മൂവി വരുന്നത്. അപ്പോൾ അതൊക്കെ എല്ലാം കൊണ്ടും വളരെ സന്തോഷം. ഈ പറഞ്ഞല്ലോ ഒരുപാട് കോൾസ് വന്നു എന്നൊക്കെ, ആ കൂട്ടത്തില് ഏറ്റവും ഹാപ്പിനെസ് കിട്ടിയ ഒരു കോൾ ഏതാണ്? എനിക്ക് ഫസ്റ്റ് റെസ്പോൺസ് കിട്ടിയത് സിനിമ ഇറങ്ങുന്നതിന് ഒക്കെ മുമ്പ് എഡിറ്റർ പ്രവീണാണ് എനിക്ക് ആദ്യത്തെ മെസ്സേജ് അയച്ചത്. സിനിമ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെന്നുള്ളതും എൻ്റെ പോർഷൻ നന്നായിട്ടുണ്ടെന്നുള്ളതും അത് ഫസ്റ്റ് എഡിറ്ററാണ് ആദ്യത്തെ റെസ്പോൺസ് തന്നത്. ഇപ്പൊ നമ്മൾ ഈ കളങ്കാവലിന് നിങ്ങളുടെ ആ ഒരു ഹീറോയിൻ ഇൻട്രൊഡ്യൂസിങ് ടൈമിൽ, ആ ഒരു പ്രസ് മീറ്റ് ടൈമിൽ വിനായകൻ ചേട്ടൻ മമ്മൂക്കയുടെ അടുത്ത് ഇങ്ങനെ റെസ്പെക്ട്ഫുള്ളി നിൽക്കുന്ന ഒരു ഇതും, അതുകൂടാതെ തന്നെ നമ്മുടെ ഭീഷ്മയ്ക്കകത്തിലെ പ്രസ് മീറ്റിന്റെ സമയത്ത് ശ്രീനാഥ് ബാസി വരുന്നതും അതുപോലെ ഷൈൻ ടോമിന്റെ കൂടെ ഉള്ളത്, അത് 3ഉം കൂടെ വെച്ചിട്ട് ലൈക്ക് ഇവരുടെ അല്ലാണ്ടുള്ള ഇന്റർവ്യൂസിലൊക്കെ ഇച്ചിരി കൂടെ ഹൈപ്പറായിട്ട് ബിഹേവ് ചെയ്യുന്നതും മമ്മൂക്കയുടെ അടുത്ത് വരുമ്പോൾ എല്ലാവരും ഒതുങ്ങി ഒരു ടീച്ചറിൻ്റെ അടുത്ത് ഒരു കുട്ടി ഇരിക്കുന്ന പോലെ ഇരിക്കുന്നതായിട്ടുള്ള റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. ശരിക്കും എന്തായിരിക്കും ആ ഒരു ഡിഫറൻസ്? എനിക്ക് തോന്നിയൊരു കാര്യം ഉണ്ടല്ലോ, അതൊരിക്കലും മമ്മൂക്കയുടെ കൂടെ നിൽക്കുമ്പോൾ ഓഫ് കോഴ്സ് നമ്മളെല്ലാവരും അദ്ദേഹത്തിനോടുള്ള റെസ്പെക്റ്റും ഒക്കെ ഉണ്ടാവുമെങ്കിലും
പല സിറ്റുവേഷൻസിലെ അവരുടെ റിയാക്ഷനാണ് അത് എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അവരോട് ചോദിക്കുന്ന, അവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ മീഡിയയുടെ ഭാഗത്തു നിന്നുള്ള ചോദ്യങ്ങളിൽ മാത്രമാണ്. അല്ലെങ്കിൽ എത്രയോ ഇപ്പൊ വിനായകൻ ചേട്ടൻ തന്നെ വളരെ റീസെന്റ് കളങ്കാവലിന് കൊടുത്തൊരു ഇന്റർവ്യൂ, എത്ര മാന്യമായിട്ടാണ് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് എത്ര സമാധാനത്തോടെയാണ് അദ്ദേഹം വളരെ റെലവെന്റ് ആയിട്ടുള്ള ആൻസേഴ്സ് നൽകുന്നത്. അപ്പോൾ അതേ സമയത്ത് തന്നെ മറ്റൊരു ഇന്റർവ്യൂവിൽ പ്രൊവോക്ഡ് ആയിട്ട് അദ്ദേഹം ഇറങ്ങി പോവുകയും ചെയ്തു. അത് നമ്മൾ കണ്ടിരുന്നു. അപ്പം ചോദിക്കുന്ന ചോദ്യങ്ങളും ആ സിറ്റുവേഷനും അനുസരിച്ച് തന്നെയാണ്. എല്ലാവരും മനുഷ്യരല്ലേ, അതനുസരിച്ച് റിയാക്ട് ചെയ്യുന്നതായിരിക്കാം. അതിപ്പം മമ്മൂക്കയുടെ കൂടെ ഉള്ളതിൻ്റെ ഒരു ആ സിറ്റുവേഷൻ്റെ ഒരു റെസ്പെക്ട് തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തുനിന്നുണ്ടാവും. അല്ലാതെ സമയങ്ങളിൽ എഡിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇന്റർവ്യൂസിലൊക്കെ അവരെ പ്രൊവോക്ക് ചെയ്യുന്ന രീതിയിൽ എന്തെങ്കിലും ഉണ്ടായിട്ടായിരിക്കും അവർ ആ രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവുന്നത്. ഇപ്പോൾ നമ്മൾ കളങ്കാവലിൻ്റെ ഒക്കെ റെസ്പോൺസ്, നല്ല പോസിറ്റീവ് റെസ്പോൺസ് കിട്ടുന്ന അതൊരു സൈഡിൽ തന്നെ നിൽക്കുമ്പോഴത്തേക്ക് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വീണ്ടും അമ്മേ മൂകാംബിക സീരിയല്, അപ്പൊ ശരിക്കും എല്ലാവരും മേ ബി വിചാരിച്ചു കാണും സീരിയല് ഇനി ഒരു ബ്രേക്ക് ആയിരിക്കും, സീരിയൽ ഇനി ചെയ്യില്ല എന്നുള്ളത് കാര്യം. ബട്ട് സിനിമയും സീരിയലും ഒരുപോലെ കൊണ്ടുപോകുന്നവർ വളരെ ചുരുക്കം പേരാണ്. ഇപ്പൊ എൻ്റെ ചോദ്യം എന്തുകൊണ്ടാണ് ഈ ഒരു ഗ്യാപ്പ് വന്നതെന്നും, പിന്നെ അമ്മേ മൂകാംബിക എന്ന് പറഞ്ഞ സീരിയൽ ഇത്രയും നാൾക്ക് ശേഷം ആ ഒരു സീരിയൽ തന്നെ എന്തുകൊണ്ട് ചൂസ് ചെയ്തെന്നുള്ളതും. രണ്ടും ഒരു ആൻസർ ആണ്. അമ്മേ മൂകാംബികയെ പോലൊരു സീരിയൽ വന്നില്ല, അതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ബ്രേക്ക് എടുത്തത്. കാരണം ഞാൻ പരസ്പരം കഴിഞ്ഞ സമയത്ത് ഒരുപാട് ഈ ചെറിയ ബ്രേക്ക് വന്നപ്പോൾ പലരും ചോദിച്ചിരുന്നു ഇനി ചെയ്യില്ലേ, സീരിയൽ ചെയ്യില്ലേ എന്നുള്ള. അപ്പൊ ചെയ്യില്ല എന്നുള്ളത് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒരു ബ്രേക്ക് ഞാൻ എടുക്കണം തീരുമാനിച്ചിരുന്നു. പക്ഷെ ആ ബ്രേക്ക് 7 വർഷമായി ആ ബ്രേക്ക്. കാരണം മെയിൻ റീസൺ ഇത് തന്നെയാണ്. സീരിയൽസിൽ നിന്ന് ഓഫേഴ്സ് ഒരുപാട് വരുന്നുണ്ടെങ്കിലും നമുക്ക് കമ്മിറ്റ് ചെയ്യണം തോന്നുന്ന ഒരു ക്യാരക്ടർ വന്നില്ല. കാരണം ദീപ്തി IPS എന്നുള്ള ക്യാരക്ടർ ഇപ്പോഴും ആൾക്കാരുടെ മനസ്സിൽ അതിങ്ങനെ നിൽക്കുകയാണ്. ഇപ്പോഴും ആൾക്കാർ ഈവൻ മൂകാംബിക ദേവിയുടെ ആ കോസ്റ്റ്യൂമിൽ നിൽക്കുമ്പോൾ പോലും ആൾക്കാർ ദീപ്തി മോളെ എന്ന് പറഞ്ഞിട്ടാണ് വന്ന് കയ്യിൽ പിടിക്കുന്നത്. അപ്പം ഇപ്പോഴും ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും ആ കഥാപാത്രം അവരുടെ മനസ്സിലുണ്ട്. അപ്പൊ ഇനി ചെയ്യുമ്പോൾ അതിനോട് അല്ലെങ്കിൽ അതിനെ ഒന്ന് ജസ്റ്റിഫൈ ചെയ്യുന്ന ഒരു, അല്ലെങ്കിൽ അതിനോട് നീതി പുലർത്തുന്ന ഒരു ക്യാരക്ടർ ചെയ്യണം, അതിൽ നിന്ന് താഴേക്ക് പോരുന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ബ്രേക്ക് ഇങ്ങനെ നീണ്ടുപോയത്. പിന്നെ സിനിമകളും ഈ പറഞ്ഞ പോലെ എനിക്ക് സീരിയലിൽ ചെയ്തത് കൊണ്ട് സിനിമയിൽ നിന്ന് ഓഫേഴ്സ് വരാത്തൊരു സിറ്റുവേഷൻ എനിക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ കുറച്ച് സെലക്റ്റീവ് ആയതുകൊണ്ടാണ് നമ്പർ കുറയുന്നത്. ഇപ്പൊ രണ്ടും ഒരുമിച്ച് വന്നു എന്നുള്ളത് വലിയൊരു ഭാഗ്യമാണ്. കളങ്കാവലും സീരിയലിന് ഇപ്പൊ ഇന്നലെ സീരിയലിന്റെ റേറ്റിംഗ് വന്നതിൽ സീരിയൽ നമ്പർ 1 ആയിട്ട് നിൽക്കുന്നു സൂര്യയില്. അപ്പൊ അതൊക്കെ വലിയൊരു ഭാഗ്യം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ എനിക്ക് സീരിയൽ ചെയ്യുന്നത് കൊണ്ട് സിനിമയിൽ അവസരങ്ങൾ ഇരിക്കാറില്ലെന്ന്. പലരും പറയുന്നതാണ് സീരിയൽ, അതായത് ഇനി സീരിയലിൽ നിന്ന് ബ്രേക്ക് എടുക്കണം, സിനിമ ഫോക്കസ് ചെയ്യുക. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ സീരിയൽ ചെയ്യുമ്പോൾ സിനിമ കുറയും, അങ്ങനെയൊന്നും ഉണ്ടോ ശരിക്കും പറഞ്ഞാല്? എനിക്കിപ്പോൾ സീരിയലിൽ അഭിനയിച്ച് സീരിയൽ വളരെ ഹിറ്റായിട്ടിരിക്കുന്ന സമയത്ത് തന്നെ സിനിമയിൽ നിന്ന് നായിക ഹീറോയിനായിട്ട് ഓഫേഴ്സ് വന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് എനിക്കത് അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം അല്ലെങ്കിൽ എനിക്ക് ഒട്ടും തീരെ ഓഫേഴ്സ് വരാതിരിക്കണം. എനിക്ക് ഇപ്പോഴും വരുന്നുണ്ട് ഓഫേഴ്സ്. അപ്പോൾ എനിക്ക് അതുകൊണ്ട് അറിയില്ല അങ്ങനെ സീരിയലിൽ ഇപ്പം എൻ്റെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഓവർ എക്സ്പോസ്ഡ് എന്ന് വേണമെങ്കിൽ പറയാവുന്ന അത്രയധികം ആളുകൾ കണ്ടിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് സിനിമയിൽ നിന്ന് വരാതിരിക്കും എന്ന് എനിക്ക് എൻ്റെ അനുഭവത്തിൽ അങ്ങനെ ഇല്ല. ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ഈ അമ്മേ മൂകാംബികയുടെ സെറ്റില് അമ്മയുടെ വേഷത്തിൽ നിൽക്കുമ്പോൾ പോലും ആളുകൾ ദീപ്തി മോളെ എന്ന് വന്ന് വിളിക്കുന്നുണ്ടെന്ന്. അപ്പം അത് ഒരു തരത്തിൽ നോക്കുകയാണെങ്കിൽ ഭയങ്കര ലവ് ആണ്, എല്ലാമാണ്. പക്ഷെ നമ്മൾ ചെയ്തൊരു കഥാപാത്രം അത് ആ ഒരു പേര് തന്നെ കണ്ടിന്യൂസ് വരുമ്പോഴത്തേക്ക് നമുക്ക് മറ്റു കഥാപാത്രങ്ങൾ ചെയ്താലും ഈ ഒരു ക്യാരക്ടർ അതിന്റെ മുകളിൽ നിൽക്കുന്നതായിട്ട് തോന്നും. അത് എപ്പോഴെങ്കിലും അതൊന്ന് മാറ്റണം എന്ന് തോന്നിയിട്ടുണ്ടായിരുന്നോ? അങ്ങനെ ഇടയ്ക്ക് തോന്നിയിട്ടുണ്ട്, ടു ബി വെരി ഓണസ്റ്റ്. അങ്ങനെ അതായത് അതിനെ ബ്രേക്ക് ചെയ്യുന്ന ഒരു ക്യാരക്ടർ വരണം എന്നുള്ളത്. പക്ഷെ താങ്ക്ഫുള്ളി ഇപ്പം ഇത്രയും ഗ്യാപ്പിന് ശേഷമാണെങ്കിലും ഇപ്പം ഈ മൂകാംബിക ദേവി ഇപ്പം ആളുകൾ പതുക്കെ ഇന്നിപ്പോൾ രാവിലെ ഞാൻ അമ്പലത്തിലൊക്കെ പോയപ്പോഴൊക്കെ ആൾക്കാർ സീരിയൽ കാണാറുണ്ട്. 8:30 ഞങ്ങൾ കാണാറുണ്ട് കേട്ടോ സീരിയൽ, മൂകാംബിക ദേവിയല്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പതുക്കെ ഗ്രാജുവലി ആൾക്കാർ, എനിക്കൊരിക്കലും ആ ക്യാരക്ടർ മറന്നിട്ട് മറ്റൊരു ക്യാരക്ടറിലൂടെ എന്നെ അങ്ങനെ ഒരു ആഗ്രഹമില്ല. ആ ക്യാരക്ടറാണ് എനിക്ക് ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ എന്നെ ആളുകൾ അറിഞ്ഞത് ആ കഥാപാത്രത്തിലൂടെ. അത് മറക്കണം എന്നൊന്നും എനിക്കില്ല. അത് മനസ്സിൽ നിൽക്കണം. ഒപ്പം മറ്റു കഥാപാത്രങ്ങളും ആളുകളുടെ മനസ്സിലുണ്ടാവണം എന്നേ ഉള്ളൂ.
അതിന്റെ ഒപ്പം തന്നെ എഴുത്തുകൾ അതും പോകുന്നുണ്ട്, ഒരുപാട് യാത്രകൾ പോകുന്ന ആളാണ്. അപ്പോൾ ഞാൻ ഇൻസ്റ്റഗ്രാം നോക്കിയപ്പോഴത്തേക്ക് നമുക്ക് കാണുമ്പോഴത്തേക്ക് ഒരു ഹാപ്പിനെസ് തോന്നിയത് ലാലേട്ടൻ നമ്മുടെ അച്ചപ്പൻ കഥകൾ വായിക്കുന്ന ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ ലാലേട്ടനാണോ ആ ഒരു ബുക്ക് ആദ്യമായിട്ട് കൊടുത്തത്? ലാലേട്ടനാണ് അത് ഫസ്റ്റ് റിലീസ് അദ്ദേഹത്തിന്റെ പേജിലൂടെയായിരുന്നു പബ്ലിഷ് ചെയ്തത്. കോവിഡ് സമയമായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ വേറെ ഫംഗ്ഷൻസ് ഒന്നും വെക്കാൻ പറ്റിയില്ല. അദ്ദേഹത്തിന്റെ ഓൺലൈനിലായിട്ട് പേജിലൂടെയാണ് ആ ബുക്ക് റിലീസ് ചെയ്തത്. അതെ അതെ, പ്രകാശനം ചെയ്തത് അദ്ദേഹമാണ്. അതെ, എങ്ങനെയാ അപ്പൊ ഈ ഒരു ഇതിന് വേണ്ടിയിട്ട് ലാലേട്ടനെ ചൂസ് ചെയ്യാം ആ ഒരു തീരുമാനത്തിലെത്തിയത് എങ്ങനെയായിരുന്നു ശരിക്കും? അച്ഛനെ കുറിച്ചിട്ടുള്ള കഥകളാണ് അച്ചപ്പൻ കഥകൾ. അച്ഛൻ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ലാലേട്ടൻ. അച്ഛൻ മരിക്കുന്നതിനൊക്കെ മുമ്പ് ഏറ്റവും കൂടുതൽ കണ്ട സിനിമ ലൂസിഫർ ആണെന്ന് പറയാം. അതിനകത്തെ പാട്ടുകളൊക്കെ അച്ഛന് ഭയങ്കര ഇഷ്ടമാണ്, ജോൾസിനെ പാടിയ പാട്ട്. അപ്പൊ അച്ഛൻ ലാലേട്ടന്റെ പടം എപ്പോ വന്നാലും അത് പൊതുവേ TV കാണാൻ ക്ഷമയില്ലാത്ത ഒരാളാണ് അച്ഛൻ. പക്ഷെ ലാലേട്ടന്റെ സിനിമകൾ വന്നാൽ പ്രത്യേകിച്ച് ലൂസിഫർ ഒക്കെ ഒരുപാട് തവണ അച്ഛൻ ഇരുന്ന് കാണാൻ. അപ്പൊ അച്ഛന് വളരെ പ്രിയപ്പെട്ട ഒരു വ്യക്തിയാണ്. നിങ്ങളൊക്കെ ചെറുപ്പം മുതലേ ഇങ്ങനെ തന്നെയാണോ അച്ഛന് ലാലേട്ടൻ സിനിമകള്? അച്ഛൻ ഫിലിം ഫീൽഡ് ആയിരുന്നു, ഫിലിം ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. അച്ഛൻ ഫിലിം ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഉണ്ടായിരുന്നു. അപ്പൊ എല്ലാ സിനിമകളും ഞങ്ങളെ കൊണ്ടുപോയി കാണിക്കും. ഫാമിലി ആയിട്ട് പോകാൻ പറ്റുന്ന എല്ലാ പടങ്ങളും നമ്മൾ തിയേറ്ററിൽ പോയി കാണുമായിരുന്നു. അതിൽ അച്ഛന്റെ ഫേവറേറ്റ് എപ്പോഴും ലാലേട്ടൻ തന്നെയായിരുന്നു. അതെ, ഈ സിനിമകൾ ഇതുപോലെ കണ്ടിട്ടേ ലാലേട്ടൻ തന്നെ പല സിനിമകൾ റിപ്പീറ്റ് ഇങ്ങനെ TV-യിൽ അച്ഛൻ ഇങ്ങനെ വെക്കുമ്പോഴത്തേക്ക് റിമോട്ട് ഒളിപ്പിച്ച് വെച്ച കഥകൾ വല്ലതും ഉണ്ടോ? അങ്ങനെയൊന്നുമില്ല, കാരണം ഞങ്ങൾക്കും ഇഷ്ടമാണ്, അതുകൊണ്ട് ഞങ്ങൾ ഇരുന്ന് കാണും, എല്ലാവരും കൂടെ അത് എൻജോയ്മെന്റ് ആണ്. അപ്പൊ അങ്ങനെ അച്ചപ്പൻ കഥകള് ലാലേട്ടന്റെ അപ്രോച്ച് എങ്ങനെയായിരുന്നു ഈ ഒരു ബുക്ക് ലാലേട്ടന്റെ പേജിൽ ലോഞ്ച് ചെയ്യിക്കണം എന്ന് പറഞ്ഞ സമയത്ത്? വളരെ പോസിറ്റീവായിട്ടാണ് അദ്ദേഹം അത് ചെയ്യാമെന്ന് സമ്മതിച്ചത്. അധികം എഫേർട്ട് ഒന്നും വേണ്ടി വന്നില്ല, അദ്ദേഹം പെട്ടെന്ന് തന്നെ സമ്മതിച്ചു. യാത്രയ്ക്കപ്പുറത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു ബുക്സ് ആണ്. അതെ, ഇപ്പം ഏത് ഒരു ബുക്ക് വായിക്കുന്ന ആളാണെങ്കിലും DC ബുക്സ് എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞിട്ടുള്ള ഒരു ഡിസ്ട്രിബ്യൂഷൻ പബ്ലിഷിംഗ് പേജാണ്. അപ്പം ഫ്യൂച്ചറിൽ ഞാനൊരു ബുക്ക് എഴുതി എൻ്റെ ബുക്ക് ഇവർ പബ്ലിഷ് ചെയ്യും അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും സ്വപ്നങ്ങളിലൂടെ ഒക്കെ വന്നിട്ടുള്ള കാര്യമായിരുന്നു? അഭിനയിക്കണം എന്നുള്ളത് വളരെ ചെറുപ്പം മുതലുള്ള ഒരു സ്വപ്നമായിരുന്നു. ഒരിക്കലും എൻ്റെ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യും എന്നുള്ളത് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരി ആവും എന്നുള്ളത് ഞാൻ സ്വപ്നം കണ്ടിട്ടുള്ള ഒരു കാര്യമേ അല്ല. അത് എന്താ പറയാ, ഒരു വലിയ ഭാഗ്യമായിട്ട് കാണുന്നതാണ്. കാരണം DC ഇങ്ങോട്ട് നമ്മളെ അപ്രോച്ച് ചെയ്യുക, പല റൈറ്റേഴ്സിന്റെ ഒരു സ്വപ്നമാണ് DC-യിലൂടെ ഒരു പുസ്തകം ഇറങ്ങാൻ. ആ നിലയ്ക്ക് നമുക്ക് ഇങ്ങോട്ടേക്ക് DC-യിൽ നിന്നൊരു, കാരണം ഞാൻ ഈ പോകുന്ന യാത്രകളെ കുറിച്ചിട്ടൊക്കെ ഫേസ്ബുക്കിൽ കുറിക്കാറുണ്ട്. അതൊക്കെ ഇടയ്ക്ക് ചില ഓൺലൈൻ മീഡിയ അത് അതുപോലെ തന്നെ എടുത്ത് റിപ്പോർട്ട് ചെയ്യാറുണ്ട്. അപ്പൊ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടാണ് DC-ന്ന് കോള് വരുന്നത്. അപ്പോൾ വേറെ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല, ഒരു ഒന്നും ആലോചിക്കാതെ തന്നെ. കാരണം അത് കണ്ണും പൂട്ടിയ രസമായിരുന്നു. കാരണം അന്ന് യെസ് പറയുമ്പം എൻ്റെ കയ്യിൽ അങ്ങനെ എഴുതിയതൊന്നുമില്ല. പോയ യാത്രകളെ കുറിച്ചുള്ള വെറും ഓർമ്മകൾ മാത്രം, കുറെ ഫോട്ടോസും മാത്രമേ ഉള്ളൂ. അപ്പം വേറെ ഒന്നും ആലോചിക്കാതെ തന്നെ യെസ് പറഞ്ഞൊന്നാണ്. അങ്ങനെയാണ് യാത്രയ്ക്കപ്പുറം സംഭവിക്കുന്നത്. അതെ, ഇപ്പൊ അച്ചപ്പൻ കഥകൾ അടുത്ത നിയത പബ്ലിക്കേഷൻ ആയിരുന്നു അച്ചപ്പൻ കഥകൾ ഇറക്കിയത്. ജിജോ എന്ന് പറഞ്ഞിട്ട് വളരെ അടുത്ത സുഹൃത്താണ്. ജിജോ ഭായി ആണ് അത് അത്ര അധികം വളരെ സ്റ്റാൻഡേർഡോടുകൂടി ഇറക്കിയൊരു ബുക്കാണ് അച്ചപ്പൻ കഥകൾ. അത് വായിച്ചിട്ടുള്ളവർക്ക് അറിയാം. പക്ഷെ അതിന്റെ അടുത്ത എഡിഷൻ DC തന്നെ ആവശ്യപ്പെടുമായിരുന്നു. അത് ഇങ്ങോട്ട് അതൊക്കെ അപ്രോച്ചിങ് വരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം അതിന്റെ അടുത്ത എഡിഷൻ ഇനി അടുത്ത KLF-ലായിരിക്കും മിക്കവാറും, കേരള ലിറ്ററേച്ചർ ഫെസ്റ്റ് വെച്ച് അടുത്ത എഡിഷൻ ഇറക്കും എന്നാണ് വിശ്വാസം. ഇപ്പൊ ഒരുപാട് യാത്രകൾ പോയതിന് അതിലെ എല്ലാ മെമ്മറീസും യാത്രക്കപ്പുറത്തിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടോ? ഇല്ല, പറ്റിയിട്ടില്ല. അപ്പൊ ഇനിയും പാർട്സ് വരണം. അടുത്ത ഒരു സെക്കൻഡ് പാർട്ട് പോലെയൊക്കെ ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. അതെ, എപ്പോഴും മനസ്സിൽ യാത്ര എന്ന് പറയുമ്പോഴത്തേക്ക് ആദ്യം വരുന്ന ഒരു കാര്യം എന്തായിരിക്കും? യാത്ര എന്ന് പറയുമ്പോൾ പെട്ടെന്ന് വരുന്നത് ഒരു ഹാപ്പിനെസ് തന്നെയാണ്. ഒരു ഈ ക്രേവിംഗ് എന്ന് പറയില്ലേ, ചില സമയത്ത് നമുക്ക് ബിരിയാണി കഴിക്കാനൊക്കെ ഉള്ള ഒരു കൊതി വരുന്ന പോലെയാണ് ചില സമയത്ത് യാത്ര പോകാൻ പെട്ടെന്ന് ഒരു ആഗ്രഹം അങ്ങോട്ട് കയറി വരും. ചില സ്ഥലങ്ങൾ കാണുമ്പോൾ, നമ്മൾ പോയ സ്ഥലങ്ങളാണെങ്കിൽ പോലും ചില ഇമേജസ് കാണുമ്പോൾ, ചില റീല് കാണുമ്പോഴൊക്കെ ഞങ്ങൾ പറയും നമുക്ക് പോയാലോ വിട്ടാലോ എന്ന് പറഞ്ഞ് ഞാൻ ഹസ്ബൻഡും കൂടെ പറയാറ്. അങ്ങനെ കൊതിച്ചു പോയൊരു സ്ഥലം ഏതാ? ഞാൻ ചോദിക്കട്ടെ, ഇങ്ങനെ നമ്മള് ഈ വീഡിയോസ് ഒക്കെ കണ്ട് അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഉണ്ട്, അങ്ങനെ കൊതിച്ച് അവിടെ പോയി അങ്ങനെ കണ്ടൊരു സ്ഥലം? ഞങ്ങൾക്ക് സ്നോഫോൾ അല്ലെങ്കിൽ സ്നോ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞങ്ങള് മണാലി പോയി സ്നോ എക്സ്പീരിയൻസ് ചെയ്തു. പക്ഷെ അത് ആദ്യത്തെ തവണ പോയപ്പോൾ മോള് വളരെ ചെറുതാണ്. അപ്പം അവള് വലുതായതിനു ശേഷം ഒരിക്കൽ കൂടെ ഞങ്ങളൊരു നോർത്ത് ഇന്ത്യൻ ട്രിപ്പ്, അത് ബുക്കിൽ എഴുതിയിട്ടുണ്ട്, ഞങ്ങളൊരു
ബൈ റോഡ് ഒരു ട്രിപ്പ് നടത്തിയിരുന്നു, ഡൽഹി ടു അടൽ ടണൽ വരെ. കാശ്മീർ എത്തിയില്ല, അതിന് മുമ്പ് മണാലിയോടുകൂടി ഞങ്ങൾ നിർത്തി. ഒരു 14 ദിവസത്തെ യാത്രയായിരുന്നു. അപ്പോൾ ശരിക്കും പറഞ്ഞാലേ നമ്മൾ ഈ റീലിലൊക്കെ കാണുമ്പോഴത്തേക്ക് അവിടെ ചെല്ലുന്ന വരെ ഇങ്ങനെ വീഡിയോസ് ഒക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക, അങ്ങനത്തെ ഒരു സ്വഭാവമാണോ? ഇല്ലില്ല, അങ്ങനെയില്ല. ഇല്ല, ഞങ്ങൾ ആ യാത്ര പോയാൽ പിന്നെ കംപ്ലീറ്റ്ലി അതിൽ അതല്ല ചോദിക്കുന്നത്. ഇപ്പൊ യാത്ര പ്ലാൻ ചെയ്യുന്ന സമയത്തെ നെക്സ്റ്റ് മണാലിയാണ്, അപ്പൊ ഈ അതിനെ കുറിച്ച് ഇപ്പൊ നമുക്ക് പോകേണ്ട സ്ഥലങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ അങ്ങനെ റെഫർ ചെയ്യാറുണ്ട്. ഓരോ റീൽസ് നോക്കും, പിന്നെ ബ്ലോഗ്സ് ഉണ്ടല്ലോ, ആളുകൾ എഴുതിയ ബ്ലോഗ്സ് ഒക്കെ വായിക്കും. അതെ. ഇനി ഏതാ ഒരു ഡ്രീം ഡെസ്റ്റിനേഷൻ? ഡ്രീം ഡെസ്റ്റിനേഷൻ എനിക്ക് നോർത്ത് ഈസ്റ്റ് പോകണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ അത് ഈ ഇടയ്ക്ക് ഞങ്ങൾ മേഘാലയ, ആസാം പോയി. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ പോയി. പക്ഷെ മേഘാലയ സത്യത്തിൽ അങ്ങനെ എക്സ്പ്ലോർ ചെയ്താൽ പോരാന്നുള്ളത് ഞങ്ങൾ അവിടെ എത്തിയപ്പോഴാണ് മനസ്സിലായത്. കാരണം ഞങ്ങൾക്ക് ഡേയ്സ് വളരെ കുറവായിരുന്നു. കുറച്ചുകൂടെ ഡേയ്സ് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലമുണ്ട് മേഘാലയ. അപ്പം മേഘാലയ ഒരിക്കൽ കൂടെ പോകണം. പിന്നെ സിക്കിം, നോർത്ത് ഈസ്റ്റ് കുറച്ചുകൂടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യണം. പിന്നെ എബ്രോഡ് പറയുകയാണെങ്കിൽ ഞങ്ങൾക്കൊരു യൂറോപ്പ് ട്രിപ്പ് ഭയങ്കര ഒരു ആഗ്രഹമാണ്. അതെ. ഇപ്പൊ നമ്മൾ നോർത്ത് ഈസ്റ്റിലൊക്കെ നോക്കുകയാണെങ്കിൽ അവരുടെ ഭക്ഷണ രീതികളും എല്ലാം ഭയങ്കര ഡിഫറെന്റ് ആണല്ലോ. അപ്പൊ അവിടെ ചെന്നിട്ട് അവരുടെ ഭക്ഷണ രീതി ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് അങ്ങനെ ഇഷ്ടപ്പെടുന്ന ആളാണോ? എനിക്ക് പൊതുവേ എൻ്റെ ഗട്ട് ഹെൽത്ത് ഭയങ്കര വീക്കായിട്ടുള്ള ഒരാളാണ്. അപ്പം യാത്ര അധികം എന്താ പറയുക തടസ്സപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട്, യാത്രയിൽ മറ്റ് ഇഷ്യൂസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ ഫുഡ് എക്സ്പ്ലോർ ചെയ്യാറില്ല. കാരണം സ്ഥലം കണ്ട് ഞാൻ എന്നിട്ടും ഞങ്ങൾ കാമാഖ്യയിൽ പോയപ്പം അവിടുത്തെ ഒരു താലി കഴിച്ചു. അത് നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് വർക്കായില്ല. പിന്നെ ഞങ്ങൾ നോർമൽ നമുക്ക് അറിയാവുന്ന പേര് കേട്ടിട്ടുള്ള ഫുഡ് മാത്രം ഓർഡർ ചെയ്തു. അപ്പൊ എനിക്കൊന്ന് ഗട്ട് ഹെൽത്ത് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉള്ളത് കൊണ്ട് ആഗ്രഹം ഉണ്ടെങ്കിലും ട്രൈ ചെയ്യാനായിട്ട് ഒരു മടി വരും. ചിലപ്പോ ഒട്ടും പറ്റില്ല, നല്ല റിവ്യൂ ഒക്കെ കേട്ടതൊക്കെ ആണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യും. അടിപൊളി. അപ്പൊ അതുപോലെ തന്നെ ഞാൻ ആദ്യം വന്നപ്പോ തന്നെ മോളുടെ കാര്യം ചോദിച്ചപ്പോഴും മോൾ 10th എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഒരു ഷോക്കാ വേഗം വന്നത്. ആ ഷോക്ക് എനിക്കും ഇടയ്ക്ക് ഉണ്ടാവാറുണ്ട്. പഞ്ചാര കുഞ്ഞ് ഇത്ര പെട്ടെന്ന് വലുതായോ എന്നുള്ളൊരു സംഭവം. അപ്പൊ ഞാൻ ഇടയ്ക്ക് അവളോട് തന്നെ ചോദിക്കും, സത്യത്തിൽ നീ 10th ചോദിക്കും. എനിക്ക് തന്നെ ഇടയ്ക്കൊരു റിയാലിറ്റി ഹിറ്റ് അടിക്കും. അതായത് ഇത്ര ഫാസ്റ്റ് ആയിട്ട് മീൻസ് അമ്മ ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുകയാണല്ലോ, അമ്മയ്ക്ക് മാറ്റമൊന്നും ഇല്ലല്ലോ എന്നുള്ളത്. അത് നല്ലല്ലേ? പിന്നെ ഭയങ്കര നല്ലതാണ്. അപ്പൊ പക്ഷെ ഞാൻ നോക്കുകയാണെങ്കിൽ ഇപ്പം പറഞ്ഞല്ലോ ഇത്രയും വലുതായോ ഒന്നും അറിഞ്ഞില്ല എന്ന്. ഒരു ടീനേജർ, ഒരു 15 years ഒക്കെ ഓൾഡ് ആയുള്ളൊരു മോളെ വളർത്തുമ്പോഴത്തേക്ക് പേരന്റിങ്ങിൽ കോൺഷ്യസ് ആണോ? തീർച്ചയായിട്ടും അതെ. കാരണം പ്രത്യേകിച്ച് നമ്മളിപ്പോൾ പാരന്റിങ്ങിനെ പറ്റി ഒരുപാട് ഇവൻ റീൽസിൽ കൂടെ ആണെങ്കിലും ഒരുപാട് പേരുടെ ക്ലാസ്സസും കാര്യങ്ങളൊക്കെ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് നമ്മൾ തന്നെ ഒന്ന് സെൽഫായിട്ടൊരു അസസ്മെൻറ്റ് നടത്തും, നമ്മൾ ചെയ്യുന്നത് കറക്റ്റ്. അതുകൊണ്ട് തന്നെ ഞാൻ കൂടുതൽ അതിനെപ്പറ്റിയൊന്നും ഉള്ളതിലേക്ക് പോകാറില്ല. കാരണം ഓരോ കുട്ടിയും വ്യത്യസ്തരാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പം അവരുടെ രീതിക്ക് ഇപ്പം നമുക്കേ അറിയുള്ളൂ നമ്മുടെ കുട്ടി എങ്ങനെയാണെന്നുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ അവളെ നന്നായിട്ട് മനസ്സിലാക്കാൻ ശ്രമിച്ച് അവൾക്ക് പറ്റുന്ന രീതിയിൽ ആണ് അല്ലാതെ ഞാൻ മറ്റു കാര്യങ്ങളിലൊക്കെ അധികം അങ്ങനെ ഫോക്കസ് ചെയ്യാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങനെ പലരും പറയും അഡോളസൻ്റ് ഏജിലെ ഭയങ്കര പ്രശ്നമാണ്, അവരെ ഡീൽ ചെയ്യാൻ ഭയങ്കര ഡിഫിക്കൽട്ടാണ് എന്നുള്ളത്. പക്ഷെ മോളെ ടച്ച് വുഡ് അവൾ അങ്ങനെ വലിയ പ്രശ്നക്കാരിയല്ല. ഇതുവരെ അങ്ങനെ ഡീൽ ചെയ്യാനും വലിയ പ്രശ്നങ്ങളില്ല. പിന്നെ എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് ഡിസ്കസ് ചെയ്യാറുണ്ട് നമ്മൾ. മോളുടെ ബെസ്റ്റ് ഫ്രണ്ട് ചേച്ചിയാ? അത് അവളോട് ചോദിക്കണം. ആണെന്നൊക്കെ പറയും. അത് അത്ര എനിക്ക് വലിയ വിശ്വാസമൊന്നുമില്ല. ബട്ട് എന്നാലും എല്ലാം ഓപ്പൺ ആയിട്ട് ചേച്ചിനോട് പറയും. എന്നുവെച്ചാല് എനിക്ക് തോന്നിയിട്ടുള്ള അത് തന്നെയാണ്. പാരന്റിങ്ങിൽ എപ്പോഴും കോമൺ ആയിട്ടുള്ള ഒരു കാര്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അവർക്ക് ഒരു സ്പേസ് കൊടുക്കുക എന്നുള്ളത് തന്നെയാണ്. അവർക്ക് നമ്മളോട് വന്ന് എല്ലാം ഓപ്പൺ അപ്പ് ആയിട്ട് പറയും. കാരണം എപ്പോഴും ഒരു ഇഷ്യൂ വരുമ്പോഴും ഒരു ഹാപ്പിനെസ് വരുമ്പോഴും അവരാദ്യം ആലോചിക്കേണ്ടത് നമ്മുടെ മുഖമായിരിക്കണം. അവരുടെ മനസ്സിലേക്ക് ആദ്യം വരേണ്ടത് അവരുടെ അച്ഛൻ്റെ അമ്മയുടെ മുഖമായിരിക്കണം. ആ ഒരു ബോണ്ടിങ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയാൽ യു ആർ എ സക്സസ്ഫുൾ പാരന്റ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ പേരൻസിനും കിഡ്സിനും ഇടയ്ക്ക് എന്തെങ്കിലും ഒരു ബൗണ്ടറി വെക്കേണ്ട ആവശ്യമുണ്ടോ ശരിക്കും പറഞ്ഞാൽ? അങ്ങനെ ഇല്ല, എനിക്ക് തോന്നിയിട്ടില്ല അങ്ങനെ ഒരു ബൗണ്ടറിയുടെ ആവശ്യം. ഇപ്പം ഞാനൊക്കെ ആലോചിച്ചിട്ടുണ്ട്, നമുക്ക് പലപ്പോഴും എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ വലിയ ആളുകൾ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എന്തെങ്കിലും അഭിപ്രായമൊക്കെ പറഞ്ഞാൽ അപ്പം അടി കിട്ടും. നീ എന്തിനാ ഇത് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അറിയണ്ട എന്ന് പറയും. അപ്പം കുറച്ചുകൂടെ വലുതായതിനു ശേഷവും, അതായത് എൻ്റെ അഭിപ്രായങ്ങൾ ചോദിക്കുന്ന ഒരു പ്രായം എത്തിയപ്പോഴും എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അയ്യോ, ഇതിനകത്ത് അഭിപ്രായം പറയാമോ?
എന്നുള്ളൊരു അത്ര വലുതായോ അത്ര വലുതായോ, എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഇഷ്യൂ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ കഴിയുന്നതും ഇപ്പം എൻ്റെ ഒരു ചെറിയ കാര്യങ്ങളിൽ പോലും മുതൽ വലിയ ഇപ്പോൾ ബിസിനസ്സിലെ കാര്യങ്ങളിൽ വരെ ഞങ്ങൾ ഡിസ്കഷനിൽ അവളും അതിനകത്തൊരു പാർട്ടാണ്. അവളെ കൊണ്ടും ഞങ്ങൾ അവളുടെ അഭിപ്രായം, കാരണം പ്രത്യേകിച്ചും ഇന്നത്തെ ജനറേഷൻ നമ്മളെക്കാട്ടിലും ഭയങ്കര നോളജബിളാണ്, നമ്മളെക്കാളും കാര്യങ്ങളെ വേറൊരു പെർസ്പെക്റ്റീവിൽ കാണുന്ന ആൾക്കാരാണ്. അപ്പം അവരുടെ ഒപ്പീനിയൻ വളരെ റെലവൻ്റ് ആയിരിക്കും, നമ്മൾ ചിന്തിക്കാത്ത ലെവലിലായിരിക്കും അവർ ചിന്തിക്കുക. അപ്പം അതുകൊണ്ട് തന്നെ മിക്ക കാര്യങ്ങളിലും അവളോട് ഒരു ഓപ്പൺ ഡിസ്കഷനിൽ അവളെയും കൂടെ പാർട്ടാക്കാറുണ്ട്. അതെ, അപ്പൊ അവൾക്ക് അവളുടെ പോയിന്റ് ഓഫ് വ്യൂസ് ഷെയർ ചെയ്യാൻ പറ്റും. പിന്നെ തീർച്ചയായിട്ടും അത് അവർക്ക് കൊടുക്കുന്ന ഒരു കോൺഫിഡൻസ് വളരെ വലുതാണ്. പിന്നെ തീർച്ചയായിട്ടും ചില കാര്യങ്ങളിൽ നമ്മൾ എന്താ പറയുക, എല്ലാ കാര്യങ്ങളും നമ്മൾ അവരെ അറിയിക്കണമെന്ന് ചോദിച്ചാൽ അതിനകത്ത് ചില കാര്യങ്ങളിൽ അവരുടെ ഏജിനനുസരിച്ച് അവരറിയേണ്ട കാര്യങ്ങൾ മാത്രം അവരറിഞ്ഞാൽ മതി എന്നാണ്. അതുകൊണ്ട് ഒരു 15 വയസ്സുള്ള കുട്ടി അറിയേണ്ട കാര്യങ്ങളുണ്ടല്ലോ, അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ നമ്മൾ ഫീഡ് ചെയ്ത് കൊടുക്കണ്ട എന്നുള്ള ഒപ്പീനിയൻ ഉണ്ട്. അതെ, ആ അവരുടെ പ്രായത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം, ആ ഡേറ്റ മതി അവർക്ക്. ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ടോ ഇതുപോലെ സിനിമ അല്ലെങ്കിൽ ആക്ടിങ്, അതൊക്കെ ആൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടോ? തന്നെയാണ് ഇൻട്രസ്റ്റ്. അത് ഭയങ്കര ആർട്ടിസ്റ്റിക് ആണ് ആള്. പിന്നെ എന്താ പറയാ, എൻ്റെ ഒരു ജേർണി തന്നെയാണ് അവളുടെയും. ആ ഒരു സിമിലർ ഒരു മിനിയേച്ചർ വേർഷൻ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അവളുടെ ഇൻട്രസ്റ്റും അതൊക്കെ തന്നെയാണ്. ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഇപ്പൊ അവളുടെ ഒരു ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നോക്കുമ്പോഴത്തേക്കോ ഇത് എന്റെ തന്നെ ലൈഫ് അല്ല, ആ രീതിയിൽ തോന്നും അല്ലേ? ഏറ്റവും കൂടുതൽ അങ്ങനെ റിലേറ്റബിൾ ആയിട്ട് തോന്നിയ ഒന്ന് എന്തായിരിക്കും? അതായത് കഴിഞ്ഞ ദിവസം അവള് പഠിക്കുന്ന കാര്യത്തെ പറ്റി പറഞ്ഞപ്പം ഇപ്പം മാർക്സ് അവള് ഭയങ്കരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്, പക്ഷെ അതനുസരിച്ചുള്ള റിസൾട്ട് കിട്ടുന്നില്ല എന്നുള്ളൊരു അവള് അങ്ങനെ ഒരു ഇത് പറഞ്ഞു. അപ്പം ഞാൻ ചോദിച്ചു എന്താ മോൾക്കൊരു ബ്ലോക്ക് വരുന്നത് പഠിക്കുമ്പോൾ? അമ്മേ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പം ഞാൻ ഭയങ്കരമായിട്ട് ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു. ഞാൻ ചോദിച്ചു ഫോർ എക്സാമ്പിൾ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ ഹിസ്റ്ററി പഠിച്ചുകൊണ്ടിരിക്കുക, ഹിസ്റ്ററിയുടെ എന്തെങ്കിലും ഒരു വാറിനെ പറ്റി പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു നീ ആ വാർ ഇമാജിൻ ചെയ്യും? അപ്പോൾ അവൾ പറഞ്ഞു ആ അതെ. എന്നിട്ട് നീ അതിനകത്തൊരു ക്യാരക്ടർ ആവും. ആ അതെ. എന്നിട്ട് നീ അത് അഭിനയിച്ചു നോക്കും, അപ്പോഴത്തേക്കും നിന്റെ ടോട്ടൽ പഠിക്കുന്ന മൂഡൊക്കെ മാറും. പിന്നെ അതെ അതെ. ഞാൻ അമ്മയ്ക്ക് എങ്ങനെ അറിയാം? ഞാൻ എനിക്കറിയാം, ഞാനിത് തന്നെയായിരുന്നു. ഈവൻ 10th ബോർഡ് എക്സാമിന്റെ സമയത്ത് പോലും നമ്മൾ അറിയാതെ, കാരണം നമ്മുടെ ഇൻട്രസ്റ്റ് മുഴുവൻ സ്കിറ്റ് ഉണ്ടാക്കുക, മിമിക്രി ചെയ്യുക, മോണാക്ട് ഉണ്ടാക്കുക, അതിനെ സ്ക്രിപ്റ്റ് ചെയ്യുക, ഇതൊക്കെയാണ് നമ്മുടെ ആർട്ടിലോട്ട് പോകും. നമ്മൾ അറിയാതെ നമ്മുടെ ഇമാജിനേഷൻ വേറൊരു ആ പഠിത്തത്തിലെ സീരിയസ്നെസ് വിട്ട് വേറെ ലെവലിലേക്ക് പോകും. അപ്പൊ ഇത് എനിക്ക് റിലേറ്റബിൾ ആണ്. അപ്പൊ അതുകൊണ്ട് അവളെ അതിനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഞാൻ ചോദിക്കട്ടെ, ആ ഒരു സമയത്തൊക്കെ ഇപ്പം പൊതുവെ എപ്പോഴും നമുക്കിനി എത്ര കലാപരമായിട്ടുള്ള കഴിവുകൾ ഉണ്ടെങ്കിലും മറ്റേ എല്ലാത്തിനും ഫുൾ A+, എല്ലാത്തിനും 100 out of 100, അങ്ങനെ അത്രയും സ്റ്റുഡിയസ് ആയിട്ടുള്ള കുട്ടികൾക്കായിരിക്കുമല്ലോ കൂടുതൽ മുൻഗണന കിട്ടുന്നത് പലപ്പോഴും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കുട്ടികളെ അങ്ങനെ കാറ്റഗറൈസ് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? കലാപരമായിട്ടും സ്പോർട്സ് പരമായിട്ടുള്ള കുട്ടികൾക്ക് ആ രീതിയിലും കൂടി കൊടുക്കണം. ഞാനത് എപ്പോഴും പറയുന്നത്, നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 8th മുതലെങ്കിലും സ്പെഷ്യലൈസ് ചെയ്ത് പഠിക്കാനുള്ള, കാരണം നമുക്കൊരു ആർട്ട് ഇൻട്രസ്റ്റ് ഉള്ള കുട്ടിക്ക് ആകെ പഠിക്കാനുള്ള ഹ്യൂമാനിറ്റീസ് ആണ്. ആർട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിരിക്കുന്ന സയൻസ്, കൊമേഴ്സ്, ആർട്സ്. എന്താണ് ആർട്സ്? ഹ്യൂമാനിറ്റീസ് ആണ്. അവിടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും കാര്യങ്ങളും എക്കണോമിക്സും ഒക്കെയാണ് അവർക്ക് പഠിക്കാനുള്ളത്. അതല്ലാതെ ആർട്ടിനെ ബേസ് ചെയ്തിട്ട് ഇപ്പം ഒരു ഡിഗ്രി ലെവലിലല്ലാതെ തന്നെ ഫൈൻ ആർട്സ്, മ്യൂസിക്, ആക്ടിങ്, തിയേറ്റർ, ഇതിലൊക്കെ സ്പെഷ്യലൈസ് ചെയ്യാനായിട്ട് ഒരു 8th സ്റ്റാൻഡേർഡ് മുതൽ തന്നെ അവർ എന്തിനാണ് തിയേറ്ററിലും അല്ലെങ്കിൽ ഒരു BA മ്യൂസിക് എടുക്കാൻ പോകുന്ന കുട്ടിക്ക്, അല്ലെങ്കിൽ ഒരു ഡാൻസ് ഹയർ എഡ്യൂക്കേഷനിൽ പോകുന്ന കുട്ടി എന്തിനാണ് ഈ ഓർഗാനിക് കെമിസ്ട്രി ഒക്കെ പഠിച്ച് തലവുണ്ടാക്കുന്നത്? ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്. എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസിൽ തന്നെ ഞാൻ ആലോചിക്കും, ഞാൻ +2 ഒരു താല്പര്യവും ഇല്ലാതെയാണ് ഞാൻ സയൻസിൽ അത്രയും ടഫായിട്ടുള്ള സാധനങ്ങളൊക്കെ പഠിച്ചത്. സയൻസ് എടുത്തില്ലെങ്കിൽ നമ്മൾ എന്തോ മോശമാണ്. അന്നൊക്കെ സയൻസ് എടുക്കാത്ത ഹ്യൂമാനിറ്റീസിലേക്ക് പോകുന്നത് ഏറ്റവും മാർക്ക് കുറവുള്ള കുട്ടികൾ, അങ്ങനെയൊക്കെയാണ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത്. അതൊന്നും വേണ്ടെന്നാണ് എൻ്റെ ഒപ്പീനിയൻ. കാരണം എൻ്റെ എക്സ്പീരിയൻസിൽ ഞാൻ ഡിഗ്രിക്ക് എനിക്ക് ഏറ്റവും ആദ്യം ജോബിൽ പ്ലേസ്ഡ് ആയ ആൾ ഞാനാണ്. അവിടെ ഏറ്റവും ആദ്യം ഏൺ ചെയ്യാൻ തുടങ്ങിയ ആൾ ഞാനാണ് എൻ്റെ ഡിഗ്രി കഴിഞ്ഞപ്പോൾ. അപ്പം അവിടെ അത് ഞാൻ എൻ്റെ എഡ്യൂക്കേഷണൽ വൈസ് ഞാൻ ഭയങ്കര സ്റ്റുഡീസ് ആയതുകൊണ്ടല്ല, സ്കില്ലുണ്ടായിരുന്നു. അപ്പൊ ആ സ്കില്ലിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന്, അങ്ങനെ ഒരു സിസ്റ്റത്തിലേക്ക് മാറേണ്ട ടൈം കഴിഞ്ഞു. ഇപ്പോഴും എനിക്ക് തോന്നുന്നു പലരും ഏറ്റവും നന്നായി പഠിക്കുന്ന പിള്ളേര് ബയോമാക്സോ അല്ലെങ്കിൽ സയൻസോ എടുക്കും അല്ലേ? ഏറ്റവും ബുദ്ധിയുള്ള പിള്ളേർക്ക് സയൻസ് ആണ്, അങ്ങനെ ആയിരിക്കുമല്ലോ ഇപ്പോഴും മാറിയിട്ടുണ്ട്. കാരണം 95% ഒക്കെ കിട്ടുന്ന കുട്ടികൾ ഇപ്പൊ കൊമേഴ്സ് ഓപ്റ്റ് ചെയ്യുന്നുണ്ട്, ഹ്യൂമാനിറ്റീസിലേക്ക് പോകുന്നുണ്ട്. ഹ്യൂമാനിറ്റീസിന്റെ ഒക്കെ ഭയങ്കര ഡിമാൻഡ് കൂടിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പം
+2 കഴിഞ്ഞ് നേരെ എൻട്രൻസ് എക്സാം എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒക്കെ ഒരുപാട് മാറിയിട്ടുണ്ട്. ഈവൻ പാരന്റ്സിന്റെ ആണെങ്കിലും അങ്ങനത്തെ ചിന്താഗതി ഒരുപാട് മാറിയിട്ടുണ്ട്. 10 ഇയർ മുമ്പ് വെച്ച് നോക്കുവാണെങ്കിൽ ഇപ്പൊ ഒരുപാട് തീർച്ചയായിട്ടും ഉണ്ട്. എന്റെ അച്ഛനും അമ്മയൊക്കെ അന്നേ അങ്ങനെയായിരുന്നു ചിന്തിച്ചത്. അവൾക്ക് എന്താണോ ഇഷ്ടം. എന്റെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിന്റെ ഇടയ്ക്ക് ഓഡീഷന് കൊണ്ടുപോയിട്ടുണ്ട് എന്റെ പേരൻസ്. അത് എനിക്ക് താല്പര്യം അതായതുകൊണ്ട് അവരന്നേ മാറി ചിന്തിച്ച ആൾക്കാരാണ്. അതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോഴും ഞാൻ എന്റെ പാഷൻ എനിക്ക് ഇപ്പോഴും കൊണ്ടു നടക്കാൻ പറ്റുന്നത് അവരുടെയൊക്കെ ആ ഒരു സപ്പോർട്ട് കൊണ്ടാണ്. മേ ബി അങ്ങനെ ഒരു സപ്പോർട്ടീവ് പേരൻസ് ഇല്ലാത്തത് കൊണ്ട് അത് പറ്റാത്ത ഒരുപാട് നല്ല കലാകാരന്മാരുണ്ടായിരിക്കും അല്ലേ? ആ ഒരു സപ്പോർട്ട് മാത്രം കിട്ടാത്തത് കൊണ്ട് മാത്രം. എഡ്യൂക്കേഷൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ട് തന്നെ ഞാൻ പറയാം, ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എല്ലാവരും കുറച്ച് വർഷങ്ങളായിട്ട് 12th കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ അബ്രോഡ് പോയി മാസ്റ്റേഴ്സ് ചെയ്യുന്നതാണെങ്കിലും ഡിഗ്രി ചെയ്യുന്നതായിട്ടും ആ ഒരു കോൺസെപ്റ്റാണ് കണ്ടുവരുന്നത്. അപ്പം ഇവിടെ പിള്ളേർ നിൽക്കാത്ത ഒരു സിറ്റുവേഷൻ പോലെ ആ ഒരു പ്രോസസ്സിങ് കാണുമ്പോൾ എന്താ ഫീൽ ചെയ്യുന്നത്? എനിക്ക് തോന്നുന്നു പണ്ട് നമ്മൾ ഇഷ്ടമില്ലാതെ എൻജിനീയറിങ്ങിന് പ്രിപ്പയർ ചെയ്ത് 2 വർഷത്തെ എൻട്രൻസ് കോച്ചിങ്ങിന് പോയി മെഡിസിനും എൻജിനീയറിങ്ങും ഒക്കെ മാത്രം ഓപ്റ്റ് ചെയ്തിരുന്ന ഒരു ട്രെൻഡ് ഉണ്ടായിരുന്നല്ലോ. ആ ഒരു ട്രെൻഡ് പോലെ തന്നെ ആണെന്ന് തോന്നുന്നു ഈ 10 വർഷത്തിന് ശേഷം ഇപ്പോൾ ഉള്ള +2 കഴിഞ്ഞ് നേരെ എബ്രോഡ് പോകുന്നൊരു ട്രെൻഡ്. കാരണം എനിക്ക് തോന്നുന്നു അവിടെ പോയി ആ ബുദ്ധിമുട്ടുകൾ അറിയുന്ന ആൾക്കാരൊക്കെ തിരിച്ചു വരുന്നുണ്ട്. അപ്പോൾ പഴയ പോലെയുള്ള ഇറ്റ്സ് നോട്ട് ദാറ്റ് ഈസി. അവിടെ പോയിട്ടുള്ള സർവൈവ് ചെയ്യാന്ന് പറയുന്ന എല്ലാവരെ കൊണ്ടും പറ്റുന്ന കാര്യങ്ങളല്ല. പ്രത്യേകിച്ചും ഇപ്പം പണ്ടത്തെ പോലെയല്ല, വളരെ പാമ്പേർഡായിട്ട് 10th വരെയും +2 വരെയും വീട്ടിലെ ഓമനക്കുട്ടിയായിട്ട് വളർന്നിട്ട് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് മാനേജ് ചെയ്യുക, അങ്ങനെയുള്ള ഒരുപാട് ഡിഫിക്കൽട്ടീസ് ഉണ്ട്. ഇതിപ്പോൾ ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ്. അതെനിക്ക് തോന്നുന്നത് അത് പതുക്കെ ഗ്രാജുവലി അത് മാറും. കാരണം ഇവിടെ കുറച്ചുകൂടെ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ് വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം, നമ്മൾ ഈ വർഷങ്ങളായിട്ട് ഫോളോ ചെയ്യുന്ന ഈ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റം ഒക്കെ ഒന്ന് മാറി കുറച്ചുകൂടെ എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിൽ കുറച്ചുകൂടെ പ്രോമിനൻസ് ഒക്കെ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ടൊക്കെ മാറിക്കഴിയുമ്പോൾ തീർച്ചയായിട്ടും ആ ഒരു ട്രെൻഡ് മാറും എന്ന് തന്നെ എനിക്ക് തോന്നുന്നത്. നേരത്തെ പോലെ ആ ഒരു പറഞ്ഞ പോലെ നേരെ എഞ്ചിനീയറിംഗ് ആ ഒരു കൈൻഡ് ഓഫ് ഒരു ട്രെൻഡ് പോലെ ഇപ്പം എന്തോ +2 കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ വെളിയിൽ പോയില്ലെങ്കിൽ എന്തോ ഒരു അയ്യോ പുറത്തല്ലേ എന്ന് ചോദിക്കുന്ന ഒരു രീതി ഉണ്ട്. അപ്പൊ എനിക്ക് തോന്നുന്നില്ല, എനിക്ക് മോളോടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നിനക്ക് അവർക്ക് വേണോ, അവരുടെ ചോയ്സ് ആണെങ്കിൽ ഓക്കെ ലെറ്റ് ദം. അല്ലാതെ നമ്മൾ വീട്ടിൽ നിന്ന് ഫോഴ്സ്ഫുള്ളി അതിനെ ഇപ്പം വെളിയിൽ പോകുന്ന കാര്യം മാത്രമല്ല, ഒരു കോഴ്സ് സെലക്ട് ചെയ്യുന്ന കാര്യത്തിനാണെങ്കിലും നമുക്ക് അവരെ ഗൈഡ് ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ. കാരണം നമ്മളെക്കാൾ കൂടുതൽ അതിനെപ്പറ്റി അറിയുന്ന ആൾക്കാരാണ്. ഇപ്പം മോളൊക്കെ 9th മുതലേ അവളുടെ ഫ്യൂച്ചർ, അവൾക്ക് NIDയിൽ പോകണം എന്നും അതിൻ്റെ എൻട്രൻസിനെ കുറിച്ചിട്ടും ഒക്കെ അവൾ തന്നെ അതിനെപ്പറ്റി നോക്കുന്നുണ്ട്. അപ്പോൾ അതൊരിക്കലും ഫോഴ്സ്ഫുള്ളി നമ്മുടെ ഒരു ഇൻഫ്ലുവൻസ് അല്ല, അവരുടെ ഇൻട്രസ്റ്റ് ആണ്. അപ്പോൾ അതിന് ഫോക്കസ് കൊടുത്താൽ നന്നാവും തോന്നുന്നു. എനിക്ക് തോന്നുന്നു ചേച്ചി ഇപ്പോൾ ചേച്ചിയുടെ പേരന്റ് എങ്ങനെയാണോ ചേച്ചിയെ ഒരു പേരന്റിങ് തന്നത് അതേ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുന്ന ഒരു കൂട്ടത്തിലാണ് അല്ലേ? കൈൻഡ് ഓഫ് കുറച്ചൊക്കെ ഇപ്പം അച്ഛനൊക്കെ ഈ എഡ്യൂക്കേഷൻ വിട്ടിട്ട് സിനിമയിലേക്ക് എനിക്ക് ഓഫർ വന്ന് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതും ഒക്കെ കുറേയൊക്കെ അച്ഛന് കുറച്ച് അതിനകത്ത് വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നില്ല. അപ്പൊ കുറച്ചുകൂടെ നമ്മൾ ഫോക്കസ് ചെയ്തത് എഡ്യൂക്കേഷനാണ്. ഈവൻ നമ്മൾ മറ്റേ ഇതിനൊക്കെ ഓഡീഷൻസിനൊക്കെ പോയെങ്കിൽ പോലും ആ സമയത്ത് പക്ഷെ ആ ഓഡീഷൻ കാരണം എനിക്ക് കൈരളി TV ഞാൻ കോമ്പയർ ചെയ്യാറുണ്ട്. ഡിഗ്രി കംപ്ലീറ്റ് എൻ്റെ പോക്കറ്റ് മണി എന്ന് പറയുന്നത് ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് എൻ്റെ എഡ്യൂക്കേഷൻ്റെ പൈസ മുഴുവൻ ഫീസൊക്കെ ഞാൻ തന്നെയാണ് ചെയ്തത്. അപ്പൊ അതൊക്കെ അന്ന് അവർ തന്ന സപ്പോർട്ടിന്റെ തന്നെയാണ്. അന്നത്തെ ഓഡീഷനാണ് പിന്നീട് എനിക്ക് അതിനൊക്കെ ഓരോ ഓപ്പണിങ് തന്നത്. പക്ഷെ എങ്കിലും ചില സമയത്തൊക്കെ അച്ഛൻ അത് വേണോ, അതിന് പോണോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ അത്രയും പോലും ഞാൻ അങ്ങനെ മോളുടെ കാര്യത്തിൽ അങ്ങനെ ഒരു തരത്തിലും ഞങ്ങൾ അങ്ങനെ നല്ല കാര്യങ്ങൾക്ക് അങ്ങനെ നമ്മൾ അവളുടെ നമുക്ക് നന്മയുണ്ടാവുന്ന ഒരു കാര്യത്തിന് നമ്മൾ അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻസ് വെക്കാറില്ല. ഇപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ, ഞാൻ തന്നെ ഏൺ ചെയ്താണ് ഞാൻ എൻ്റെ ഡിഗ്രി കണ്ടിന്യൂ ചെയ്യുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ ശരിക്കും പറഞ്ഞാൽ അത് ഭയങ്കര കുറവാണ്. പക്ഷേ ഇപ്പോൾ ഇവിടുന്ന് തന്നെ പുറത്തോട്ട് പഠിക്കാൻ പോകുന്ന പിള്ളേർ അവിടെ പാർട്ട് ടൈം ചെയ്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ ഇപ്പോൾ പാർട്ട് ടൈം ജോബ്സ് അതൊക്കെ ഭയങ്കര കുറവാണ്, പഠിക്കുന്ന കുട്ടികളൊക്കെ ചെയ്യുന്നതും എല്ലാം. അതുപോലെ തന്നെ ഇപ്പം പുറത്തെ രാജ്യങ്ങളിലൊക്കെ ആണെങ്കിലും എല്ലാ ജോലിക്കും അവർ ഏൺ ചെയ്യുന്നുണ്ടോ എന്നതാണ് മെയിൻ പ്രയോറിറ്റി. അല്ലാണ്ട് വേറെ സ്റ്റേറ്റസ് ഇങ്ങനെ ഇല്ല. ഇപ്പം ഇവിടെ ആണെങ്കിലും മേ ബി കൂടുതൽ ഏൺ ചെയ്താൽ പോലും ഒരു ഓഫീസ് ജോബ്, വൈറ്റ് കോളർ ജോബിൽ അകത്തിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ 15K ആണെങ്കിലും പുറത്ത് നിൽക്കുന്ന ആൾക്ക് 25 ആണെങ്കിലും പുറത്തിരിക്കുന്ന ആൾക്ക് ആ ഒരു സ്റ്റാറ്റസ് കുറവ് പോലെ ട്രീറ്റ് ചെയ്യുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അത് ശ്രദ്ധിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ളൊരു കാര്യം? ഇപ്പൊ ഒരുപാട് മാറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. കാരണം ഇപ്പം ഞാനിപ്പോ യാത്രകളെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ പറയും ഇപ്പൊ പൈസ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം നമുക്കൊരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഉണ്ടെങ്കിൽ നമുക്ക്
മന്ത്ലി നല്ലൊരു എമൗണ്ട് ഏൺ ചെയ്യാം. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയാൽ മതി, നിങ്ങൾക്ക് മന്ത്ലി നല്ലൊരു, ഈവൻ ഒരു ഓഫീസിലിരുന്ന് കഷ്ടപ്പെടുന്ന ആൾക്കാരെക്കാട്ടിലും അല്ലെങ്കിൽ 9 to 6 അല്ലെങ്കിൽ ലേറ്റ് നൈറ്റ് വർക്ക് ചെയ്ത് അവർ ഉണ്ടാക്കുന്നതിലും ഇരട്ടി പൈസ നിങ്ങൾക്ക് ഒരു യൂട്യൂബ് ചാനലിലൂടെ ഉണ്ടാക്കാൻ പറ്റും. നിങ്ങൾക്കൊരു പ്രോഡക്റ്റ് റീസെല് ചെയ്താൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്ന് നിങ്ങൾക്ക് ഇനി പറയാനൊരു എക്സ്ക്യൂസ് അല്ലാതെ, ഉണ്ടാക്കിയില്ലെങ്കിൽ അത് നമ്മുടെ പ്രശ്നം കൊണ്ട് തന്നെയാണ്, നമ്മുടെ മടി തന്നെയാണ്, അല്ലെങ്കിൽ നമ്മുടെ അവയർനെസ് കുറവുകൊണ്ടാണ്. അപ്പം അതിനെ ഇപ്പം എനിക്ക് തോന്നുന്നത് കുറേയൊക്കെ മാറിയിട്ടുണ്ട്. അങ്ങനെ ഇപ്പം ഞാൻ കഴിഞ്ഞ ദിവസം പോയപ്പോൾ ഒരു കൊച്ചിയിൽ ഊബർ ഡ്രൈവേഴ്സ്, അതുപോലെ തന്നെ ഈ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ, അതൊക്കെ അവരൊക്കെ പാർട്ട് ടൈം ആയിട്ട് തന്നെ നല്ലപോലെ ഏൺ ചെയ്യുന്നുണ്ട്. അപ്പൊ അതൊക്കെ ഒരുപാടൊക്കെ മാറിയിട്ടുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ. പക്ഷെ കുട്ടികളുടെ കേസ് പറയുകയാണെങ്കിൽ അവർ ഇവിടെ അങ്ങനെ ചെയ്യാറില്ല, പുറത്ത് പോയിട്ടാ ചെയ്യാറ്. ഇപ്പൊ കൂടുതലും അങ്ങനെ തന്നെ. പക്ഷെ ഇപ്പൊ മോളോട് ഞാൻ പറയും, ഇവൾക്ക് കോമ്പയറിങ് ഭയങ്കര ഇഷ്ടമാണ്, സ്റ്റേജ് ഷോസ്. ഞാൻ അപ്പം അങ്ങനെ ഒരു ഓപ്പണിംഗ് വന്നാൽ നീ ചെയ്തോ, അത് നിനക്കൊരു പോക്കറ്റ് മണി അങ്ങനെ പറ്റുവാണെങ്കിൽ നീ ചെയ്തോളാൻ പറയാറുണ്ട്. അതെ. അപ്പൊ മൊത്തത്തിൽ എല്ലാവരും ഒന്ന് മാറി ചിന്തിച്ചു കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ ഇപ്പം കളങ്കാവലിന്റെ കാര്യം പറഞ്ഞു, അമ്മയും മൂകാംബിക പറഞ്ഞു. ഇനി കരിയറിൽ തന്നെ നെക്സ്റ്റ് പ്ലാൻസ് എന്തൊക്കെയാണ്? സിനിമകൾ എന്തെങ്കിലും കമ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇത് ഇപ്പം സിനിമ ആസ് ഒന്നും കമ്മിറ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ വലിയ പ്ലാൻസ് ഒന്നും ഞാൻ ഇടാറില്ല. കാരണം നമ്മൾ പ്ലാൻ ചെയ്യുന്നതിനേക്കാട്ടിലും നല്ല കാര്യങ്ങളാണ് സംഭവിച്ചിട്ടുള്ളത്, അതിനപ്പുറത്തെ കാര്യങ്ങളാണ് സംഭവിക്കാറ്. അപ്പം ഇന്ന് രാവിലെ ഞാൻ അമ്പലത്തിൽ പോയി എന്ന് പറഞ്ഞല്ലോ, അപ്പൊ അവിടെ നിന്നപ്പം ഞാൻ വളരെ ചെറുപ്പം മുതലേ ഞാൻ പോകുന്നതാണ് ചേർത്തല കാർത്തികേയ ക്ഷേത്രം. അപ്പൊ അവിടെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടെന്ന് എനിക്ക് അറിയാതെ കരച്ചിൽ വന്നു. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ കുഞ്ഞിലേ മുതൽ, അതായത് ഇപ്പം വളരെ ചെറുപ്പം മുതൽ നമ്മൾ സിനിമയെ പറ്റി സീരിയസ് ആയിട്ട് അതിനെപ്പറ്റി എന്താണെന്ന് ഒന്നും അറിയാത്ത പ്രായത്തിൽ അവിടെ പോയി ഞാൻ ആഗ്രഹിച്ചിട്ടുണ്ട് എനിക്കൊരു സിനിമാ നടിയാവണം. അങ്ങനെ ഞാൻ അവിടെ പോയി പ്രാർത്ഥിച്ച കാര്യങ്ങൾ, അല്ലെങ്കിൽ ആ സ്പേസിൽ പോയി നിന്ന് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത കാര്യങ്ങളെല്ലാം സംഭവിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ കാര്യങ്ങൾ എനിക്ക് ലൈഫിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് മോർ ദാൻ എക്സൈറ്റ്മെന്റ്, മോർ ദാൻ ഹാപ്പിനെസ്, ഒരു ഭയങ്കരമായൊരു ഗ്രാറ്റിറ്റ്യൂഡ് ഫീൽ ചെയ്തു എനിക്ക് അവിടെ നിന്നപ്പോൾ. അപ്പൊ അറിയാതെ എനിക്ക് അവിടെ നിന്ന് കണ്ണു നിറഞ്ഞു പോയി. അപ്പം അങ്ങനെ ഒരു ഇതിലാണ് ഞാൻ ഇപ്പൊ ഇരിക്കണത്. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ കറക്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാനിങ്ങിലൊന്നും അല്ല ഞാൻ പോകുന്നത്. ഇപ്പൊ ഞാനൊരു ബുക്ക് എഴുതുന്നോ, ഞാനൊരു ബിസിനസ് തുടങ്ങുമെന്നോ, ഇതെല്ലാം അങ്ങനെ സംഭവിച്ച കാര്യങ്ങളാണ്. അതങ്ങനെ വരട്ടെ. മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്നുണ്ടോ? മാനിഫെസ്റ്റേഷനിൽ വിശ്വസിക്കുന്നുണ്ട് തീർച്ചയായിട്ടും. കാരണം ഈ അഭിനയം എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ തന്നെ മാനിഫെസ്റ്റ് ചെയ്തെടുത്തൊരു സംഭവമാണ്. അതെ. ഈ 11 അങ്ങനെയാണോ? എങ്ങനെ മാനിഫെസ്റ്റേഷൻ? അങ്ങനെയല്ല. ഞാൻ വളരെ ചെറുപ്പത്തിൽ മുതല് ഒരു സിനിമ കണ്ടാൽ അതിനകത്ത് കഥാപാത്രമായിട്ട് കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് കുറെ ദിവസം പിന്നെ അതായിരിക്കും അഭിനയിക്കുക. ബാത്റൂമിലേക്ക് സ്റ്റെപ്പ് ഇൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പിന്നെ വേറൊരു കഥാപാത്രമായി, ആർട്ടിസ്റ്റായി. നമ്മള് ആലിയ ഭട്ടൊക്കെ പറയുന്ന പോലെ ഞാനൊക്കെ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. കയ്യിൽ മൈക്ക് പിടിച്ച് അവാർഡ് വാങ്ങിയിട്ട് നമ്മൾ സ്പീച്ച്, അവാർഡ് വാങ്ങിയിട്ടുള്ള സ്പീച്ചില്ലേ, റിസീവ് ചെയ്ത് കഴിഞ്ഞ് സ്പീച്ച് കൊടുക്കുന്നത്, ഇതൊക്കെ ഒരുപാട് തവണ, ഒരുപാട് ഇന്റർവ്യൂസ് കൊടുക്കുന്നത്, വലിയ വലിയ ഇന്റർവ്യൂവേഴ്സ് നമ്മുടെ മുമ്പിൽ ഇരുന്ന് ഇന്റർവ്യൂ കൊടുക്കുന്നത്, അതൊക്കെ ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്. മാനിഫെസ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ അത് മാനിഫെസ്റ്റേഷൻ ആണ്, അല്ലെങ്കിൽ ഇതാണ് എന്ന് അറിയാതെ തന്നെ ചെയ്ത പ്രോസസ്സാണ്. അതെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഒരുപാട് സന്തോഷം ഇന്നത്തെ ഈ ഒരു സ്പെഷ്യൽ ഡേയിൽ തന്നെ വന്നതിനും എൻ്റെ ഇന്റർവ്യൂ എടുത്തതിനും. എല്ലാവരും മൂവി കാണൂ, കളങ്കാവൽ വളരെ നല്ല റിവ്യൂ ആണ്, എല്ലാവരും കാണൂ, കണ്ടിട്ട് ഒപ്പീനിയൻ പറയും. താങ്ക് യു. സ്മാർട്ട് ഫോൺ പർച്ചേസിന് ഓക്സിജൻ നൽകുന്ന ഉറപ്പ്. ഏറ്റവും കുറഞ്ഞ വില, വമ്പിച്ച കളക്ഷൻസ്, ബെസ്റ്റ് ഫിനാൻസ്, ക്യാഷ് ബാക്ക് ആൻഡ് എക്സ്ചേഞ്ച് ഓഫറുകൾ. സ്മാർട്ട് ഫോണിന് ഓൺലി ഓക്സിജൻ. Oxygen, the smartphone expert. Make every wedding unforgettable with Joya Lucas Diamond Wedding Collection. Joya Lucas, world's favorite jeweler.